ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൊല്ലംകാരുടെ സ്വന്തം ഗുണ്ട് അല്ലെങ്കിൽ ഉണ്ടംപൊരി എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 2 പാളയംകോടൻ പഴം തൊലി കളഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഒരു 4-5 ഏലക്ക തൊലി കളഞ്ഞ് അതിൻ്റെ അരി മാത്രമായിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ പഞ്ചസാര അലിഞ്ഞു വരുന്നത് വരെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പം ഇനി അതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി അതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് ഗോതമ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് മൈദ മാത്രം വെച്ചും ഗോതമ്പ് പൊടി മാത്രം വെച്ചും ചേർത്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടി ഞാൻ രണ്ടും കൂടി ചേർത്താണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒരു ചപ്പാത്തി മാവിൻ്റെയൊക്കെ പരുവത്തിൽ നന്നായിട്ട് കുഴച്ചെടുക്കാം. ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം ഒരു 2 മണിക്കൂർ ഒന്ന് അടച്ച് വെച്ച് മാറ്റി വയ്ക്കാം. 2-3 മണിക്കൂർ മാറ്റി വെച്ചിരുന്നാൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇപ്പോൾ 2 മണിക്കൂറിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ ഒന്നുകൂടെ ഒന്ന് കട്ടിയായിട്ടായിരിക്കും മാവ് ഇരിക്കുന്നത്. അപ്പം നമ്മൾ വീണ്ടും കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഇതേപോലെ നല്ല സോഫ്റ്റാക്കി ഒന്ന് കുഴച്ചെടുക്കണം. അതിനുശേഷം ഓരോ ഉരുളകളായിട്ട് എണ്ണയിലേക്കിട്ട് മുക്കി പൊരിച്ചെടുക്കാം. ഇതുപോലെ എണ്ണയിൽ മുങ്ങി കിടക്കത്തക്കവണ്ണം വേണം നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കാൻ. അതിൽ മുക്കി ഇട്ട് വേണം പൊരിച്ച് എടുക്കാനായിട്ട്. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം പൊരിച്ചെടുക്കാൻ, അല്ലെങ്കിൽ ഉള്ളു വേവാതെ വരും. നല്ല ഡാർക്ക് ബ്രൗൺ ആവുന്നത് വരെ നമ്മൾ ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് പൊരിച്ചെടുക്കണം. എങ്കിൽ മാത്രമേ ഉള്ളു വേവത്തുള്ളൂ. നാല് മണി ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല അടിപൊളി ഒരു പലഹാരമായത് ഉണ്ടംപൊരി. വളരെ എളുപ്പമല്ലേ ഇത് ഉണ്ടാക്കാനായിട്ട്. നല്ല ഡാർക്ക് ബ്രൗൺ ആവുന്നത് വരെ ചെറിയ തീയിലിട്ട് ഇതുപോലെ പൊരിച്ചെടുക്കണം. വലിയ തീയിലിട്ട് പെട്ടെന്ന് മൊരിച്ചെടുത്താൽ പുറമേ മാത്രം മൊരിഞ്ഞു വരും, ഉള്ളൊട്ടും വേവത്തില്ല, പച്ച മാവായിട്ടിരിക്കും. അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ച് വേണം പൊരിച്ചെടുക്കാൻ. ഇതുപോലെ എല്ലാ മാവും നമുക്ക് പൊരിച്ചെടുക്കാം. ഇതുപോലെ ഉള്ളു നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയും ചെയ്യും, എന്നാൽ പുറമേ നല്ല മുരുമുരാന്നിരിക്കുകയും ചെയ്യും. ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാൻ. നല്ല അടിപൊളി ഉണ്ടംപൊരി റെഡിയായി, നമ്മുടെ കൊല്ലംകാരുടെ സ്വന്തം ഗുണ്ട്. അപ്പോൾ ഇത് എളുപ്പമല്ലേ, എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.